ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 11:24 അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തു ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് അവ ലഭിക്കും. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുക മാത്രമല്ല, അവയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നു. മാത്രമല്ല, അവൻ നമ്മോട് വിലയേറിയ വാഗ്ദാനങ്ങളും ഉടമ്പടികളും ചെയ്തിട്ടുണ്ട്. ദൈവഭക്തനായ ജോർജ് മുള്ളറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം. 2000-ലധികം അനാഥരായ കുട്ടികളെ അദ്ദേഹം തന്റെ വീട്ടിൽ പരിപാലിച്ചു. പൂർണ്ണമായും വിശ്വാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ലോകമെമ്പാടും ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഒരു മാതൃകയായി. എന്നാൽ അദ്ദേഹത്തിന്റെ യൗവന ജീവിതത്തിന്റെ കഥയുടെ വേദനാജനകമായ ഭാഗം ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയൂ. പാപകരമായ ഒരു ജീവിതശൈലി കാരണം അദ്ദേഹം കഠിനമായ നാഡീ ബലഹീനത അനുഭവിച്ചു. കുറച്ചു നേരം പോലും നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശരീരം ദുർബലമായിരുന്നു. ശക്തി ഏതാണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലായി. ക്രിസ്തുവിൽ രക്ഷ കണ്ടെത്തിയതിനു ശേഷം ഒരു ദിവസം അദ്ദേഹം ഒരു ചെറിയ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തു. അവിടെ ഇന്നത്തെ പ്രധാന വാക്യമായ മർക്കോസ് 11:24 അടിസ്ഥാനമാക്കിയുള്ള സന്ദേശം ഉൾക്കൊള്ളുന്നു. ആ വാക്യം തീ പോലെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ തുളച്ചു കയറി. അത് വിശ്വാസത്തിന്റെ ശക്തി അദ്ദേഹത്തിന് വെളിപ്പെടുത്തി. ഉടനെ അദ്ദേഹം ആ തിരുവെഴുത്തിൽ കൈകൾ വെച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. കർത്താവെ, ഞാൻ നിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. നീ എന്റെ അസ്ഥികളെ സുഖപ്പെടുത്തും, നീ എന്റെ നാഡികളെ സുഖപ്പെടുത്തും, നീ എന്റെ പേശികളെ സുഖപ്പെടുത്തും. കർത്താവെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഞാൻ നിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ നിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞു. കർത്താവ് അദ്ദേഹത്തിന്റെ വിശ്വാസം കണ്ടു. തൽക്ഷണം അദ്ദേഹത്തെ സുഖപ്പെടുത്തി. അന്നു മുതൽ ദൈവത്തിന്റെ ഓരോ വചനവും അനുസരിക്കാൻ അദ്ദേഹം തന്നെ സമർപ്പിച്ചു. അദ്ദേഹം വിശ്വാസത്തിന്റെ ശക്തനായ യോദ്ധാവായി. ജോർജ് മുള്ളറിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത അതേ കർത്താവ് തീർച്ചയായും അവ നിങ്ങൾക്കും ചെയ്യും. ജോർജ് മുള്ളറുടെ 10,000-ലധികം പ്രാർത്ഥനാ അഭ്യർത്ഥനകൾക്ക് അതേ ആമേൻ എന്ന് ഉച്ചത്തിൽ ഉത്തരം നൽകിയ കർത്താവ് നിങ്ങൾ അവന്റെ മുൻപാകെ കൊണ്ടുവരുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകും. ബൈബിൾ പറയുന്നു, അവൻ എന്നെ വിളിക്കും, ഞാൻ അവനോട് ഉത്തരം പറയും. കഷ്ടത്തിൽ ഞാൻ അവനോട് കൂടെ ഉണ്ടാകും. ഞാൻ അവനെ വിടുവിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഇത് സങ്കീർത്തനം 91:15 കാണപ്പെടുന്നു. പ്രിയ ദൈവ പൈതലേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് കർത്താവ് തിരുവെഴുത്തിൽ ആവർത്തിച്ച് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ അപേക്ഷകളും അവന്റെ കാൽക്കൽ വയ്ക്കുക. അവന്റെ മറുപടിക്കായി വിശ്വാസത്തോടെ കാത്തിരിക്കുക. തീർച്ചയായും അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യിരെമ്യാവ് 33:3 എന്നെ വിളിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായതും അഗോചരമായതും ഉള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ കാണിച്ചു തരും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആമോസ് 7, 8, 9 അധ്യായങ്ങൾ. വൈകുന്നേരം വെളിപ്പാട് 8 അധ്യായം. ആമേൻ.